കർഷകരല്ല മുഴുവൻ ജനങ്ങളും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ വന്യമൃഗങ്ങളുടെ വിഷയം. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന കഴിഞ്ഞ ഓരോ വർഷം ചെല്ലുന്തോറും അത് കൂടിക്കൂടി വരുന്നു. പ്രത്യേകിച്ചും അതിന് പല കാരണങ്ങളുണ്ടാവും. കാരണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനം പോലും ഒരു അധികൃതരുടെ ഭാഗത്തു നിന്ന് സീരിയസ് ആയിട്ടുണ്ടാവുന്നില്ല. ആകെ കൂടി വനം വകുപ്പാണല്ലോ വന്യജീവികളുടെ കസ്റ്റഡിയിൽ. അവർ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന ജനരോഷത്തെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ചില നഷ്ടപരിഹാരം കൊടുക്കുക, ആളുകൾ ഉദ്യോഗസ്ഥന്മാർ വരിക, അങ്ങനെയൊക്കെയുള്ള അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അടിസ്ഥാനപരമായി ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് ഈ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇത് കൈകാര്യം ചെയ്യുന്ന വനം വകുപ്പിനെ അതിന് നിർബന്ധിതരാക്കുന്ന വിധത്തിലുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടലും സത്യത്തിൽ ഒരു ഉണർന്ന ഒരു ജനാഭിപ്രായ രൂപീകരണം പൊതുസമൂഹത്തിലുണ്ടാകുന്നില്ല. പൊതുസമൂഹത്തിലും അത് സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. മലയോരത്തുള്ള ആളുകളെല്ലാം എന്നാ പറയുന്നത് ഇതൊക്കെ നശിപ്പിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ അതിൻ്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വന്യജീവികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണമാണ്. അവരത് അനുഭവിച്ചോട്ടെ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു നിലയിൽ ഇതിനോടൊരു നിസ്സംഗഭാവമുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത്. കാരണം ഈ കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ ഒരു 1/3 ആളുകളെ ബാധിക്കുന്നൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പോലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൃഷി നശിച്ചു കഴിയുമ്പോഴത്തേക്കും മലയോര മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങളെ ബാധിക്കും, ഇവിടുത്തെ തൊഴിൽ ലഭ്യതയെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതിനൊരു സാമ്പത്തിക മാനം കൂടിയുണ്ട്. ആളുകളുടെ സുരക്ഷിതത്വം എന്നതിനപ്പുറത്ത് ഇതിനകത്തൊരു സാമ്പത്തിക മാനം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ഗൗരവമാർന്ന ഒരു പ്രശ്നത്തെ കേരളത്തിലെ പൊതുസമൂഹവും ഉദാസീനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ കാരണം അന്വേഷിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു മുൻവിധിയുണ്ട്. ഈ വിഷയത്തെ മലയോര മേഖലയിലെ ആളുകളെ പൊതുസമൂഹം കാണുന്ന ഒരു മുൻവിധിയുടെ ഒരു കണ്ണാടിയുണ്ട്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് മലയോരത്തുനിന്ന് ഇതിന് സമഗ്രമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമുള്ള ഒരു ജനവികാരം ഉണർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. ഒറ്റപ്പെട്ട സമരങ്ങൾ ഒരുപാട് സംഘടനകൾ അവരുടേതായ ശേഷി അനുസരിച്ചും താല്പര്യമനുസരിച്ചും ഒരുപാട് ആളുകളെയൊക്കെ അണിനിരത്തി പലരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ഒരു ദിവസത്തെ പ്രതികരണം നടത്തുന്നു. പക്ഷേ ഇത് അതുകൊണ്ടാവുന്നില്ല. വിഷയം സജീവമായി നിർത്താൻ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങൾ സജീവമായി നിർത്താൻ സഹായിക്കും എന്നതിനപ്പുറത്ത് ഈ വിഷയത്തിന് ഒരു പരിഹാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിലൂടെ ഈ കാര്യത്തിൽ പ്രതിഷേധമുള്ള മുഴുവൻ ആളുകളുടെയും പ്രതിഷേധങ്ങളെ കൂട്ടിയോജിപ്പിച്ച് സമാഹരിച്ച് ചാനലൈസ് ചെയ്ത് ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കാനും ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കാനും കഴിയേണ്ട ഒരു സംഗതി ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെയാണ് സത്യത്തിൽ ഈ വന്യമൃഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പൊതുവിൽ വളരെ വളരെ ഒരു ലഘൂകരിച്ച് പറയുന്ന ആ ഒരു വിഷയത്തെ ലഘൂകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനും വന്യജീവിയും ഒരേപോലെ ഉത്തരവാദികളാണെന്നുള്ള ഒരു ധ്വനി അതിനകത്ത് വരുന്നു. പക്ഷേ സത്യത്തിൽ വന്യജീവികളുടെ ഭാഗത്തുനിന്ന് മനുഷ്യർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളാണ്. അങ്ങനെ ആ ഒരു ഇതാണ് ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ആളുകൾ അതിൻ്റെ കുറ്റവാളികളല്ല. ഇരയാകുന്ന ഇവിടുത്തെ മനുഷ്യർ ശരിക്കും നിസ്സഹായരാക്കപ്പെട്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഈ ഒരു നിലയിൽ നമ്മളിപ്പോൾ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ അറിയാം, വളരെ സമഗ്രമായിട്ട് പ്രായോഗികമായി സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ അക്കമിട്ട് തരത്തിട്ടുണ്ട്. അടിയന്തരത്തോടെ ചെയ്യാവുന്നത്, ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നത്, അടിയന്തരമായി ചെയ്യാവുന്ന എത്രയാണ് 15